കുവൈറ്റിലെ വേദികളിൽ സംഗീത വിസ്മയം തീർക്കുന്ന ഉഷാകുമാരി എന്ന മാവേലിക്കരക്കാരി ശ്രദ്ധേയയാകുന്നു. 25ഓളം പാട്ടുകൾ എഴുതി സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് ഉഷാകുമാരി. കുവൈറ്റിൽ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഉഷാകുമാരി ജോലി തിരക്കിനിടയിലെ സമയം കൂട്ടിവെച്ചാണ് സംഗീതാഭിരുചി തെളിയിക്കുന്നത്. കണി കണ്ടുണേരുവാൻ ഓരോ ഉഷസ്സിലും അതിമോഹമാണെന്നറിയുന്നു എങ്കിലും അറിയാതെ അത്രയും ആശിച്ചിടുന്നു ഞാൻ. ഭക്തിഗാനങ്ങൾ, പ്രണയഗീതങ്ങൾ, കവിതകൾ, അങ്ങനെ ഉഷാകുമാരിയുടെ തൂലികയ്ക്ക് വഴങ്ങാത്തതായി ഒന്നുമില്ല. സംഗീതമെഴുത്തു മാത്രമല്ല, സംഗീത സംവിധാനവും നിർവഹിക്കുന്നുണ്ട് ഉഷാകുമാരി. ജന്മനാലുള്ള വാസനയാണ് തന്നെ സംഗീത ലോകത്ത് എത്തിച്ചതെന്ന് ഉഷാകുമാരി പറയുന്നു. വളരെ ചെറുപ്പം മുതലേ പാട്ടെനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ പാട്ടുപാടി സ്കൂളിലൊക്കെ പാട്ട് പാടുമായിരുന്നു. അങ്ങനെ പാട്ടുപാടി ഫസ്റ്റൊക്കെ മേടിക്കും. പിന്നെ ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കഴിവും പിന്നെ അല്പം സംഗീതം പഠിച്ചിട്ടുണ്ട്. എൻ്റെ അകന്ന ബന്ധുവായ മുതുകളം വിശ്വനാഥ്, അദ്ദേഹമാണ് എന്നെ സംഗീതം കുറച്ച് പഠിപ്പിച്ചത്. അതിനുശേഷം ഞാൻ കുവൈറ്റിൽ വന്നു. കുവൈറ്റിൽ വന്നിട്ട് ഇപ്പോൾ 18 വർഷമായി. ഞാൻ ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്നു, നേഴ്സായി. ആ തിരക്കിനിടയിലും കുറച്ച് സമയം മാറ്റിവെച്ച് ഞാൻ എൻ്റെ സംഗീതത്തിന് വേണ്ടി ഞാൻ ചിലവഴിച്ചു. അങ്ങനെ പാട്ടുകൾ എഴുതി തുടങ്ങി, പിന്നെ സംഗീതം ചെയ്തു തുടങ്ങി. കണിക്കൊന്ന പൂത്തുലഞ്ഞു, കണിയൊരുക്കി കാത്തിരിപ്പോ കണ്ണാ, കണി കണ്ടുണരാ പൊൻകണിയാ, കണി കണ്ടുണരാ പൊൻകണിയാ, പൊന്നോട് കുഴലൂതി പാടിവ കണ്ണാ. ഭക്തിഗാനങ്ങളാണ് ഉഷാകുമാരി ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത്. അതിൽ തന്നെ ശ്രീനാരായണ ഗുരു പ്രകീർത്തനങ്ങളും ക്രിസ്തീയ ഭക്തിഗാനങ്ങളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. കുവൈറ്റിലെ പല വേദികളിലും ഈ ഗാനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പല ഗാനങ്ങളും ആൽബമായും പുറത്തിറക്കി. പാട്ടെഴുതി സ്വയം ചിട്ടപ്പെടുത്തി പുതിയ ഗായകരെ കണ്ടെത്തി പാടിപ്പിക്കുകയാണ് ഉഷാകുമാരിയുടെ രീതി. സംഗീതരംഗത്ത് അവസരം കിട്ടാത്ത ധാരാളം യുവ പ്രതിഭകളുണ്ടെന്ന് ഉഷാകുമാരി പറയുന്നു. അവരെ കണ്ടെത്തി അവസരം കൊടുക്കുകയാണ് ലക്ഷ്യം. കൊല്ലം അഭിജിത്തിനെ കൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് പാടിപ്പിക്കുന്നത്. അവൻ പ്രശസ്തനാകുന്നതിന് മുമ്പാണ് അദ്ദേഹത്തെ കൊണ്ട് ഞാൻ പാടിപ്പിക്കുന്നത്. പിന്നെ അതിനുശേഷം കുറേ നല്ല പാട്ടുകൾ എഴുതി, ക്രിസ്തീയ ഗാനങ്ങളെ, കൃഷ്ണൻ്റെ പാട്ടുകളെ, അയ്യപ്പ ഭക്തിഗാനം, ദേവിയുടെ ഭക്തിഗാനങ്ങളെ, കവിതകളെ, ഓണപ്പാട്ടുകളെ, അങ്ങനെ കുറേ നല്ല പാട്ടുകൾ എഴുതി സംഗീതം ചെയ്തു. ഓരോ ഗായകന്മാരെ കൊണ്ടും ഞാൻ പാടിപ്പിച്ചു. കഴിവുള്ള കലാകാരന്മാർ ഒത്തിരി പേരുണ്ട്, പാടാൻ കഴിവുള്ളത്. അങ്ങനെയുള്ള നല്ല നല്ല കഴിവുള്ള ഗായികമാരെയും കൈപിടിച്ച് കലാസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. പിന്നെ ഞാൻ 3 കവിതകൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് വേർപാടെ, 2 സ്നേഹിതൻ, ഇപ്പം സംഗീതം ചെയ്തത് ഹൃദയരാഗം. ജനുവരി 1 ഉഷാകുമാരിയുടെ പുതിയ ആൽബം പുറത്തിറങ്ങിയത്. പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാഷാണ് ആൽബത്തിൽ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവമാണിതെന്ന് ഉഷാകുമാരി പറയുന്നു. ഇപ്പം ലാസ്റ്റിൽ ഞാൻ എഴുതിയത് കായാമ്പു വർണ്ണൻ എന്ന ശ്രീകൃഷ്ണ ഭക്തിഗാനമാണ്. ഞാൻ എൻ്റെ വരികൾക്ക് സംഗീതം ചെയ്തിരിക്കുന്നത് നമ്മുടെ കലാരംഗത്ത്, സംഗീത ലോകത്ത് പ്രശസ്തനായ മഹാനായ വിദ്യാധരൻ മാഷാണ്. അതെൻ്റെ ജീവിതത്തിലെ, എൻ്റെ സംഗീത ജീവിതത്തിലെയും എൻ്റെ ജീവിതത്തിലെയും ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. നീ എന്നെ അറിയുന്നില്ലേ, എൻ മനതാരിലെ നൊമ്പരങ്ങൾ ഇരുൾ വന്നു ഇടനെഞ്ചിൽ മൂടുമ്പോഴും മിഴിയിണറിയാതെ നിറയുമ്പോഴും തളരാതെ താങ്ങാൻ നീ മാത്രമുള്ളൂ. കായാമ്പു വന്ന കാർമുകിൽ വന്ന. ഉഷാകുമാരി എഴുതി ചിട്ടപ്പെടുത്തിയ ഗുരുദേവ പ്രകീർത്തനം ഏറെ ശ്രദ്ധ നേടിയ ഒന്നാണ്. അതുപോലെ തന്നെ ധാരാളം കൃഷ്ണഭക്തിഗാനങ്ങളും ക്രിസ്തീയ ഭക്തിഗാനങ്ങളും
ഉഷാകുമാരിയുടേതായിട്ടുണ്ട്. 3 കവിതകളും എഴുതിയിട്ടുണ്ട്. ഗുരുദേവൻ്റെ പാട്ട് ഞാൻ എഴുതി സംഗീതം ചെയ്തു. ആൽബം ഇറക്കി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ എന്നെ ആളുകൾ അറിയാൻ തുടങ്ങിയത്. ഇവിടെ ചെമ്പഴന്തിയിൽ ജനിച്ച ഗുരുദേവ, സൽഗുണങ്ങൾ ചെയ്തു തന്ന ഗുരുദേവ, ഗുരുപാദം തേടി ഗുരുവിനെ തേടി, ഗുരുപാദം തേടി ഗുരുവിനെ തേടി, ശിവഗിരിയിൽ ഞാൻ വന്നണഞ്ഞു, എൻ ഗുരുവിനെ തേടി ഞാൻ വന്നണഞ്ഞു. ജോലി തിരക്കിനിടയിൽ സമയം കണ്ടെത്തിയാണ് സംഗീത മേഖലകളിൽ ഉഷാകുമാരിയുടെ മുന്നോട്ടുള്ള പ്രയാണം. ഇനിയും ഏറെ എഴുതുവാനുള്ള തയ്യാറെടുപ്പിലാണ് ആതുര സേവന രംഗത്തെ ഈ മാലാഖ. ചെട്ടിക്കുളങ്ങര ദേവിയെക്കുറിച്ചുള്ള ഒരു ഗാനം എഴുതി ചിട്ടപ്പെടുത്തുന്ന തിരക്കിലാണ് ഉഷാകുമാരി. 25 പാട്ടോളം എഴുതി ഇപ്പോൾ സംഗീതം ചെയ്ത് കഴിഞ്ഞു. ബാക്കി പാട്ടുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇനി ആൽബം ഇറക്കാൻ എൻ്റെ ആഗ്രഹം. ചെട്ടിക്കുളങ്ങരമ്മയുടെ പാട്ട്, പിന്നെ ഗുരുദേവൻ്റെ പാട്ട് വീണ്ടും വരണം. 2-3 മെലഡി സോങ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സിനിമയിൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എല്ലാം ദൈവനിശ്ചയം പോലെ. എൻ കണ്ണാൽ ഞാൻ കാണുന്നു എൻ നാഥനെ, എൻ കാതാൽ ഞാൻ കേൾക്കുന്നു നിൻ സ്വരം, ആപത്തിലും ദുഃഖത്തിലും. ചെറുപ്പം മുതലേ ഞാൻ പാടുമായിരുന്നു. എൻ്റെ പാട്ടിനെല്ലാം പ്രോത്സാഹനം തന്ന എൻ്റെ അമ്മയാണ്. അതിനുശേഷം പാട്ടുകൾ എഴുതാൻ തുടങ്ങി, സംഗീതം ചെയ്യാൻ തുടങ്ങി. അപ്പോഴെനിക്ക് തോന്നി എനിക്കിതിന് കഴിവുണ്ടെന്ന്. അങ്ങനെ കൂടുതൽ പാട്ട് എഴുതുകയും സംഗീതം ചെയ്യുകയും ചെയ്തു. പിന്നെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. വീടിൻ വെളിച്ചമാണമ്മ, ദീപപ്രഭ ചൊരിയുന്നൊരമ്മ, വീടിൻ വെളിച്ചമാണമ്മ, ദീപപ്രഭ ചൊരിയുന്നൊരമ്മ, കരുണാർദ്ര സ്നേഹവും ത്യാഗവും നന്മയും ഒന്നിച്ചു ചേരുന്ന കരുണാമയീ, വീടിൻ വെളിച്ചമാണമ്മ, ദീപപ്രഭ ചൊരിയുന്നൊരമ്മ. എന്തുകൊണ്ടും വ്യത്യസ്തയാവുകയാണ് ഗാനരചയിതാവും സംഗീത സംവിധായകയുമായ ഉഷാകുമാരി. 18 വർഷക്കാലമായി കുവൈറ്റിലെ സംഗീത ലോകത്തെ നിറ സാന്നിധ്യമാണവർ. ഉഷാകുമാരിയുടെ സംഗീത സാന്നിധ്യം വേദികളെ അനുഗ്രഹീതമാക്കുമ്പോൾ കുവൈറ്റിലെ മലയാളികൾക്ക് അത് നവ്യാനുഭവമായി മാറുന്നു. ഇനിയും ധാരാളം വസന്തഗീതങ്ങൾ ഉഷാകുമാരിയുടെ സംഗീത ലോകത്ത് വിരിഞ്ഞു വ്യാപിക്കുമെന്ന് ഉറപ്പാണ്.